സാധാരണ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഇതേ രീതിയിൽ ഈ കാണുന്നത് പോലെ നോർമൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ ഒരു നോർമൽ സ്ക്രീനിനെ മാറ്റി ലോക്കായി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതേ രീതിയിൽ ഒരു ഫാൻസി, ഇത് മാത്രമല്ല കേട്ടോ, നിരവധി ഡിസൈൻസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഫ്രീ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വലിയ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഒന്നുമല്ല. ഫോണിന് വ്യത്യസ്തമായ, നമുക്ക് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന രീതിയിൽ ഫോണിന്റെ ഡിസൈനിന് ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വെറും ഫോണിന്റെ ലോക്ക് സ്ക്രീൻ മാത്രമല്ല കേട്ടോ, നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ സാധാരണയായി നമുക്ക് ലഭിക്കുന്ന ഒരു ആനിമേഷൻ മാറ്റി വ്യത്യസ്തമായ ആനിമേഷനിലേക്ക് നമുക്ക് ഈ ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ സാധിക്കും. അതും ഫ്രീ ആണ്. യാതൊരുവിധ പരസ്യത്തിന്റെ ശല്യമോ അങ്ങനെ യാതൊരുവിധ ക്യാഷോ അങ്ങനെ യാതൊന്നും കൊടുക്കേണ്ട. നിരവധി എഫക്റ്റുകൾ നമുക്ക് ലോക്ക് സ്ക്രീനിന്റെ ആ ഒരു ഫിംഗർ പ്രിന്റ് വെക്കുന്ന ആനിമേഷനൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതെന്ന് മുമ്പോട്ടുള്ള വീഡിയോ കൊണ്ട് മനസ്സിലാക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകുന്ന വീഡിയോകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ മടിക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് verikodan.com/anim എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളത് കൊടുക്കുക. ശേഷം വീണ്ടും ഇതുപോലെ വീണ്ടും വരുന്നതായിരിക്കും. നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള ആനിമേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. എല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല, ഒരു പരസ്യത്തിൻ്റെ ശല്യവും ഈ ഒരു ആപ്ലിക്കേഷനിൽ ലഭിക്കുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. നിരവധി ഓപ്ഷനുകളുണ്ട്. സ്വൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിരവധി ഓപ്ഷനുകൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് സ്പൈഡർമാനിൻ്റെ ആനിമേഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷനും അതുപോലെ വാൾപേപ്പറും ഇത് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഞാനിതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതേ രീതിയിലായിരിക്കും കാണിക്കുന്നത്. ജസ്റ്റ് സ്ക്രീനിൽ ഒരു തവണ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആനിമേഷൻ ഇവിടെ കണ്ടില്ല, ഒരു സ്പൈഡറിൻ്റെ ആനിമേഷനാണ് ഇവിടെ ഉള്ളത്. അതിന് നമുക്ക് നമ്മുടെ ടച്ച് ഐ ഡി വരുന്ന ആ ഒരു ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് കൃത്യമായിട്ട് അതിനെ പൊസിഷൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഈ താഴെ കാണുന്ന ചേഞ്ച് പൊസിഷൻ എന്നുള്ളത് നേരെ കാണുന്ന ഈ ഒരു ലൈന് ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത് അത് ഇതേ രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇതിൻ്റെ വലിപ്പം കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് ഏറ്റവും മുകളിലുള്ള ഈ ലൈന് വഴി നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലീസ് വെയിറ്റ് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആനിമേഷൻ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി സെറ്റ് ആനിമേഷൻ എന്നുള്ളൊരു ബട്ടൺ ഇവിടെ വരുന്നതായിരിക്കും. ജസ്റ്റ് അതിന് മുകളിൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നതായിരിക്കും. ഓക്കെ എന്നുള്ളത് കൊടുത്ത് നിങ്ങളുടെ സെറ്റിംഗ്സിൽ നിന്നും ബാറ്ററി സേവർ എന്നുള്ളതായിരിക്കും ഡീഫോൾട്ടായിട്ട് ചില ഫോണുകളിൽ ഉണ്ടാവുക. ചില ഫോണുകളിൽ മാത്രമാണ് ഈ ഒരു സെറ്റിംഗ്സ് ഉണ്ടാവുന്നത്. എല്ലാ ഫോണുകളിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവുകയില്ല. അപ്പോൾ അതിൽ ഒഴിവാക്കി നോ റെസ്ട്രിക്ഷൻ എന്നുള്ള ഈ മുകളിലുള്ള ഓപ്ഷൻ കൊടുക്കുക. ശേഷം വീണ്ടും പുറകോട്ട് പോവുക. അത്രയും ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റ് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹോം സ്ക്രീനിന് മാത്രം മതിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ലോക്ക് സ്ക്രീനും ഹോം സ്ക്രീനും രണ്ടിനും കൂടി വേണോ എന്നുള്ളതൊക്കെ ഇവിടെ നിന്ന് തീരുമാനിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത ആ ഒരു വാൾപേപ്പർ ആനിമേഷനായി സെറ്റ് ആവുന്നതായിരിക്കും.